പക്ഷെ ആ ട്രോമയില് പറയാണ്ട് പറഞ്ഞിരിക്കുന്നത് രേണു ചേച്ചിനെ കുറിച്ചിട്ടല്ലേ. കാരണം പിന്നീട് ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി എനിക്ക് സ്നേഹം എവിടുന്നും കിട്ടിയിട്ടില്ല, അവിടെ ഞാൻ പോയി വന്ന് നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും എന്നോട് ആരും അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് രേണു സുധി എന്നിട്ട് ഒരു സ്മൈൽ, ഒരു ചിരി, ആ ചിരിയിലുണ്ട് എല്ലാം. കാരണം ആരെ കുറിച്ചാണ് ഇത് വ്യക്തമായിട്ട് എനിക്ക് എൻ്റെ ഒരു ഐഡിയയിൽ ഇത് വ്യക്തമായിട്ട് ആരോ പിന്നീന്ന് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ്. അതായത് പക്ഷെ ഋതപ്പൻ ഒരു കാര്യം മനസ്സിലാക്കണ്ടായിരുന്നു, ഈ ഫോഴ്സ്ഫുള്ളി സോറി എന്താണ് കിച്ചു ഒരു കാര്യം മനസ്സിലാക്കണ്ടായിരുന്നു, ഋതപ്പൻ കിച്ചുവിന്റെ സ്വന്തം സുഹൃത്താണ്, നിങ്ങൾ അച്ഛൻ ഒന്നാണ്, അമ്മ വേറെവരായാലും അച്ഛൻ ഒന്നാണ്, നിങ്ങൾ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്. ഋതപ്പന്റെ അമ്മനെ കുറിച്ചാണ് കിച്ചു പറഞ്ഞത്, അതായത് സ്വന്തം അമ്മ തന്നെ. കാരണം അമ്മയുടെ സ്ഥാനം ഒരു 11ാമത്തെ വയസ്സിൽ കുട്ടീനെ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ അത്രയും ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേച്ചിന്റെ ഒരു മൈൻഡ് എങ്ങനെയാന്നുള്ളത്. ആ ഒരു മൈൻഡ് വെച്ചിട്ട് ആ വയസ്സ് വരെ ഈ കുട്ടീനെ തനിക്ക് കഴിയുന്ന രീതിയിൽ നോക്കിയിട്ടുണ്ട് ചേച്ചി. ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴായിട്ട് രേണു ചേച്ചി ഞാനും ഒക്കെ ഒരുമിച്ച് കരീഷ്മയുടെ വീട്ടിൽ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ ഋതപ്പൻ വിളിക്കാറുണ്ട്. വളരെ നല്ല രീതിയിലാണ് അവർ കിച്ചു വിളിക്കാറുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ സംസാരിക്കാറുള്ളത്. അത് കൂടാണ്ട് കിച്ചുവിന് ക്യാഷ് വേണമെന്ന് പറയുമ്പോൾ ക്യാഷ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞങ്ങളും പറയും, ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ക്യാഷ് ഇട്ട് കൊടുക്കുന്നത് കുട്ടികൾ വഴി തെറ്റുട്ടോ എന്നൊക്കെ ഞങ്ങളും പറയാറുണ്ട് കേട്ടോ. ഇങ്ങനെ ക്യാഷ് മാത്രം കൊടുത്താൽ കുട്ടികളെ ഇല്ല, അവൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവൻ ഇതാണ്, ഓക്കെയാണ്, അവൻ സ്വന്തം കാലിൽ നിൽക്കുന്ന കുട്ടിയാണ്, അങ്ങനെയാണ്. അപ്പം ഞാൻ ചോദിക്കും, യൂട്യൂബൊക്കെ ചെയ്യുന്നില്ലേ, യൂട്യൂബിൽ നിന്നൊക്കെ കിച്ചിന് വരുമാനം കിട്ടുന്നുണ്ടോ? ഞാൻ നോക്കാറില്ല, അത് അവന്റെ കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചേച്ചി അങ്ങ് ഇതാക്കാറാണ്. അപ്പോൾ ക്യാഷ് ഇട്ട് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കാണിക്കുന്ന ഈ 300 രൂപ 200 രൂപ 100 രൂപ എന്നല്ല, അതിനപ്പുറത്തേക്കുള്ള എമൗണ്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ പേഴ്സണലി, ഞാൻ ആസ് എ ഫ്രണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്.